വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഉണ്ടല്ലോ ഒരു 3 ദിവസത്തെ പാൽപ്പാടിയും അധികം വരുന്ന പാലെല്ലാം ഉപയോഗിച്ച് മിക്സിൻ്റെ ജാറിൽ തണുത്ത വെള്ളം ഉപയോഗിച്ച് അടിച്ചിട്ട് വെണ്ണ എടുക്കുന്നതാണ്. എന്നിട്ട് ആ വെണ്ണ കൊണ്ട് ഒരു പ്രത്യേക ഉപ്പുമാവ് ഉണ്ടാക്കലാണ്. ഒരു വീഡിയോയിൽ ഞാൻ വെണ്ണ എടുക്കുന്നത് കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തണിച്ചിട്ട് ഇങ്ങനെ ആക്കിയാൽ മതി, പെട്ടെന്ന് വെണ്ണ കിട്ടും. ഇത്തിരി വെണ്ണ കിട്ടി ഇനി 1 സ്പൂൺ കൊണ്ട് കോരിയിട്ട് നല്ലോണം കഴുകിയിട്ട് ഉരുക്കിയെടുത്താൽ മതി. ഞാനൊരു വെണ്ണ എടുക്കുന്ന ഒരു വീഡിയോ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഉപ്പുമാവാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഉപയോഗിക്കുന്നത് കാണിക്കുന്നത്. ഞാൻ തണുത്ത വെള്ളം ഉപയോഗിച്ച് നല്ലോണം അടിച്ചെടുത്താൽ പെട്ടെന്ന് കിട്ടും. വെണ്ണ കഴുകുന്നുണ്ട്. ഇങ്ങനെ വെണ്ണ കഴുകുക. തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിച്ചാൽ ഈ വെണ്ണ കഴുകിയ വെള്ളം നമുക്ക് ഉപയോഗിക്കാം. പുതിയ വെണ്ണയാണ്. ഇളക്കിയെടുത്ത് ഉടനെ ഉപയോഗിക്കാതെ, അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിപ്പോൾ നല്ല പുതിയ ഇത് വെള്ളം തെളിയുന്നവരെ ഇങ്ങനെ വെള്ളം ഒഴിക്കുക. ഇത് വെള്ളം തെളിയുന്നവരെ കഴുകുക. ഒരു 3-4 വെള്ളത്തിൽ കഴുകിയ വൃത്തിയാവും. ഒരു വെണ്ണ സ്പൂൺ ഉപയോഗിച്ച് കഴുകിയ വെള്ളമാണെങ്കിൽ കറിക്ക് ഉപയോഗിക്കാം, ഒരു വെള്ളത്തിലെല്ലാം ഉപയോഗിക്കാം. ഞാനിന്ന് ഒരു വെറൈറ്റി ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. എപ്പോഴും ഉണ്ടാക്കുന്ന ഉപ്പുമാവിന് ചെറിയൊരു മാറ്റം വരുത്തിയിട്ട്, ഒന്നെ ആകുമ്പോൾ താല്പര്യം ഉണ്ടാവില്ലല്ലോ കഴിക്കാൻ. ചെറിയൊരു മാറ്റം. അതിന് 2 ഗ്ലാസ് നെയ്ച്ചോറിൻ്റെ അരി കഴുകി വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, ഒരു 3 പച്ചമുളക് കയറി വെച്ചിന്, 2 ഉണക്കമുളക്, 2 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, 3 തണ്ട് മുരിങ്ങയില കഴുകി ഉതിർത്ത് വെച്ചിട്ടുണ്ട്, ഒരു വലിയ സവാള എടുത്തിന്, കുറച്ച് അണ്ടിപ്പരിപ്പ് കൊണ്ടെടുത്ത് വെച്ചിട്ട്, ഇപ്പോൾ ഉരിക്കുന്ന നെയ്യായതുകൊണ്ട് ഞാൻ അരിച്ചിട്ട് ഈ ഉപ്പുമാവാക്കുന്ന പാത്രത്തിലേക്ക് കുറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് വറുത്ത് കോരി വെച്ചേ. കുറച്ച് കടുകിട്ട് കൊടുത്തു. എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഉപ്പുമാവാണ്. വീട്ടിലുള്ള എന്തെങ്കിലും സാധനം, എന്തെങ്കിലും ഇലക്കറിയെല്ലാം ഇട്ട് ചിലപ്പോൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം. ഒരു വെറൈറ്റി അല്ലേ. കറിവേപ്പിലയും കടുകും എല്ലാം ആയതിനു ശേഷം ഏറ്റവും ബാക്കിലാണ് സവാള ഇട്ട് കൊടുക്കുന്നത്. വറവൊക്കെ ആയിട്ടുണ്ട്. ഈ സമയം ഫ്ലെയിം കുറച്ച് വെച്ച് ഞങ്ങൾ ഈ കഴുകി വെച്ച ബസുമതി അരി ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 മിനിറ്റ് ഇങ്ങനെ 2-3 മിനിറ്റ് ഇളക്കി കൊടുത്തു. ഇനി തിളപ്പിച്ച വെള്ളം അരിൻ്റെ നേരെ ഇരട്ടി വെള്ളം എടുത്തിന്. ഈ സമയം ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കാം. ഉപ്പ് പാകത്തിനാന്ന് ഉറപ്പ് വരുത്താം. നമ്മൾ മുരിങ്ങയില ചേർത്തിട്ടില്ല. ഇനി സിമ്മിൽ ആക്കി കൊടുക്കാം. ഉപ്പുമാവ് വേവാനായി. ഈ സമയത്ത് മുരിങ്ങയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുരിങ്ങയില വെളിച്ചെണ്ണയിൽ വഴറ്റിയാൽ അതിൻ്റെ ഗുണം കുറയുന്നുണ്ടാണ് ഈ രീതിയിൽ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നെയ്യ് കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വെച്ചു ഞാൻ ഒന്നിച്ച് അരിക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ വെച്ച് കൊടുത്തത്. ഇനി ആദ്യം കുറച്ച് അടച്ച് വെക്കാം. നമ്മുടെ ഉപ്പുമാവ് റെഡിയായി. ഇനി ഇതിൽ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തന്നെ ചെറുനാരങ്ങ നീരും ഒഴിച്ച് കൊടുക്കാം.
ഞാൻ കുറച്ച് പുളി ആവശ്യമുള്ളവർക്ക് ഒഴിക്കുക. ചെറുനാരങ്ങ നീര് ഒഴിച്ചാൽ നമ്മൾ ഈ ചേർത്ത മുരിങ്ങയിലേൻ്റെയും കറിവേപ്പിലേൻ്റെയും എല്ലാം പോഷകങ്ങൾ ആഗിരണം ചെയ്യുന്നത് ത്വരിതപ്പെടും. നല്ല രീതിയിൽ ആഗിരണം ചെയ്യുകയും ചെയ്യും. ഇതിന് ചെറുനാരങ്ങ നീര് വളരെ നല്ലതാണ്. ഈ ഉപ്പുമാവ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇത് ഇലകളോടെ കഴിക്കണം. കറിവേപ്പിലയെല്ലാം ചതച്ച് കഴിക്കുക. പ്രമേഹ രോഗികൾക്കെല്ലാം വളരെ നല്ലതാണ്. എല്ലാവർക്കും ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കി ഉപ്പുമാവ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരണേ.